നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16, 2026 തിങ്കൾ. അങ്ങനെ വെള്ളിയാഴ്ച നേരിടേണ്ടി വന്ന അതിശക്തമായ നഷ്ടത്തിന് ശേഷം ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അവയുടെ വിശദാംശവും കൂടാതെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. കൂടാതെ ഇന്ന് നിഫ്റ്റിക്ക് ആകെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ലെവലായ 200-day EMA ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും 25,372 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 25,700 എന്ന ലെവലിന് തൊട്ടു താഴെയായിട്ട് റെസിസ്റ്റൻസും നേരിട്ടു. തൽഫലമായി 211 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,682 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 650 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 762 പോയിന്റുകളുടെ അഥവാ 1.25% നേട്ടത്തോടുകൂടി 61,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടു താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, HDFC ബാങ്ക്, അദാനി എന്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടെക് മഹേന്ദ്ര, ബജാജ് ഫൈനാൻസ്, മാരുതി സുസുക്കി, ഐഷ മോട്ടോഴ്സ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ പവർ, PSU ബാങ്ക്, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക്, ഇൻഫ്ര, ക്യാപിറ്റൽ ഗുഡ്സ്, എനർജി തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നേട്ടം കൈവരിക്കാനായപ്പോൾ അതേസമയം മീഡിയ, ഓട്ടോ തുടങ്ങിയ മേഖലകൾ 0.5% മുതൽ 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾ അണ്ടർ പെർഫോം ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സ്മോൾ ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 1 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.65 എന്ന ലെവലിൽ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് US പ്രസിഡന്റ് ഡേ ആചരിക്കുന്നതിനാൽ തന്നെ ഇന്ന് US മാർക്കറ്റുകൾക്ക് അവധിയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജനുവരി മാസത്തെ WPI ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ 1.81% റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇന്ത്യയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഉയരുകയുമുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് എസ്പെഷ്യലി വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്ന അതിശക്തമായ സെല്ലിങ്ങിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓവർസോൾഡ് സിറ്റുവേഷനിലായിരുന്നു നിലകൊണ്ടിരുന്നതും. മാത്രമല്ല ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് വീണ്ടും മാർക്കറ്റ് ഇടിയുന്ന കാഴ്ചകളും കാണുവാനായിട്ട് സാധിച്ചിരുന്നു. എങ്കിലും ഇന്ന് മാർക്കറ്റ് ഓപ്പണായി അരമണിക്കൂറുകൾക്ക് ശേഷം രാവിലെ 9:45 കൂടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉടലെടുക്കുന്ന കാഴ്ചയും പ്രകടമായിരുന്നു. എസ്പെഷ്യലി റിയാലിറ്റി, ഫാർമ, FMCG തുടങ്ങിയ മേഖലകളിൽ. കൂടാതെ തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ഐടിക്ക് ആദ്യഘട്ടത്തില് അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിൽ പിന്നീട് IT സ്റ്റോക്കുകളിലും അതിശക്തമായ ബൈയിങ് ഉടലെടുക്കുകയുണ്ടായി. ലീഡിംഗ് IT സ്റ്റോക്കുകളായ ഇൻഫോസിസിനും വിപ്രോയ്ക്കും നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ടെക് മഹേന്ദ്രയ്ക്ക് 1.5% നഷ്ടം നേരിടേണ്ടി വന്നു. എങ്കിലും നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള ബാക്കി 7 സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്ന് ഏകദേശം 1%-ലേറെ ഇടിവ് നേരിട്ട നിഫ്റ്റി ഐടിക്ക് ഇന്ന് നേരിയതാണെങ്കിലും 56 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഉടലെടുത്ത വാല്യൂ ബൈയിങ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തത്. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിനെ തുടർന്ന് US മാർക്കറ്റിൽ മിക്സ്ഡ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നതെങ്കിലും ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സുകളിൽ പോസിറ്റീവ്നെസ് ആണ് പ്രകടമാകുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസ്സും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. കൂടാതെ തീർച്ചയായിട്ടും എല്ലാ ഇൻഡെക്സിനും മുന്നോട്ട് പോകണമെങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ അതിശക്തമായ ബൈയിങ് അനുഭവപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് ഇന്ത്യൻ മാർക്കറ്റിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വളരെ പ്രകടവുമായിരുന്നു. ഇതിനു പുറമെ ഇന്ന് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലും അതിശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് ദൃശ്യമായിരുന്നു. തൽഫലമായി ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളിൽ ആകെ ICICI ബാങ്കിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ
സ്റ്റോക്കുകൾക്കും അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എസ്പെഷ്യലി HDFC ബാങ്കിന് 2.5% ആക്സിസ് ബാങ്കിന് 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇതിനു പുറമെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ട 0.5% ഇടിവും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ആയത്. എങ്കിലും ഇന്ന് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുകയുണ്ടായില്ല. നേരിയ ഉയർച്ചയോടുകൂടി 13.33 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 200 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 0.5% നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് തായ്വാൻ, ഇന്തോനേഷ്യ, ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ മുൻപ് കണ്ട പോലെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 0.5% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $64.49 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62.61 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5031.50 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഫ്രാക്ടൽ അനലിറ്റിക്സ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 2.5% നഷ്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്നും 2.5% ഇടിവ് സ്റ്റോക്കിൽ നേരിടേണ്ടി വന്നതിനെ തുടർന്ന് IPO പ്രൈസിൽ നിന്നും 5% ഇടിവും ഇന്ന് സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ഫൈനാൻസ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും ഫ്ലാറ്റ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. ഈസ് മൈ ട്രിപ്പ് ഹോട്ടലുകളുടെ വികസനത്തിനായി 500 കോടി രൂപ ഫണ്ട് സമാഹരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. കെഫിൻ ടെക്നോളജീസ് കമ്പനിയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ ശ്രീ വെങ്കടഗിരി വെങ്കലകോയ ഇന്ന് രാജിവെക്കുകയുണ്ടായി. ടോറന്റ് പവർ 1889 കോടി രൂപയുടെ എന്റർപ്രൈസസ് മൂല്യത്തിന് നഫ പവറിനെ കമ്പനി വാങ്ങുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പൂനവാല ഫിൻകോർപ്പ് ലിമിറ്റഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി 1000 കോടി രൂപയുടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനുള്ള അംഗീകാരം കമ്പനിയുടെ ബോർഡ് നൽകുകയും ചെയ്തു. PTC ഇന്ത്യ ഓഹരി ഉടമകളുടെ അംഗീകാരത്തിന് വിധേയമായി ഓഹരി ഉടമകൾക്ക് 3 രൂപ ഇടക്കാല ലാഭവിഹിതം നൽകുവാൻ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്യുകയുമുണ്ടായി. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ശ്രീമതി ഖുഷ്ബു പാലോഡ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ലീഗൽ ഓഫീസർ സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയുണ്ടായി. കോസ്മോ ഫസ്റ്റ് ഹെക്സ സൺഷൈൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 26% വരുന്ന ഓഹരികൾ 7 കോടി രൂപയ്ക്ക് വാങ്ങാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ശ്രീറാം പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ബംഗളൂരുവിലെ സർജാപൂരിൽ 4 ഏക്കർ ഭൂമി കമ്പനി ഏറ്റെടുത്തു. 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രീമിയം ഹൈറൈസ് പ്രോജക്ടിനായിട്ടാണ് കമ്പനി ആസൂത്രണം ചെയ്യുന്നതും. 550 കോടി രൂപ മുതൽ 600 കോടി രൂപ ഗ്രോസ് ഡെവലപ്മെന്റ് വാല്യൂ ആണ് ഈ പ്രൊജക്ട് വഴി കമ്പനി ഉദ്ദേശിക്കുന്നതും. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.